മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ തിരുവചനമാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ്. അറിയാലോ അല്ലേ? അറിയില്ല അച്ഛാ, പക്ഷെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതായിരുന്നു. ഇത് ഞങ്ങൾക്ക് അറിയാം അച്ഛാ. എന്നതാ? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. 29-ാമത്തെ വചനം ആരംഭിക്കും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കാരിസ്മയിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ വചനോട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ ഈശോയുടെ ഒരു പടമൊക്കെ ആയിട്ട് കാരിസ്മൻ്റെ കാർപോർച്ചിൻ്റെ അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൻ്റെ മീതെ ഈശോയുടെ ഒരു പടം, എനിക്കൊന്ന് ആ പടമൊക്കെ മങ്ങി തുടങ്ങി. എല്ലാ കൺവെൻഷനുമാണ് നമ്മളത് പുതിയതാക്കുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി 11:28-29. മത്തായി 11:28-29. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അയ്യോ, ഇത് ശരിക്കും ഒന്ന് ചങ്കി കിട്ടി എന്തൊരു ആശ്വാസമാണെന്നറിയാമോ? നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്തൊരു ആശ്വാസം ഇല്ലാത്തതാണ്. എവിടെ ചെന്നിട്ട് ഒരു ആശ്വാസം കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ കർത്താവ് പറയാണ്, അധ്വാനിക്കുന്നവരാണോ നിങ്ങൾ? ഏതെങ്കിലുമൊക്കെ വിഷയത്തെ പ്രതി ഭാരം വഹിക്കുന്നവരാണോ? ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണോ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുള്ള കാര്യം, എൻ്റെ അച്ഛാ, കാരിസ്മോനിൽ വന്ന് കുറച്ചു നേരം ദൈവത്തെ ആരാധിച്ച് ആ നിത്യാരാധനയിലിരുന്ന് കൺവെൻഷനിൽ നിന്ന് കുറച്ച് വചനം കേട്ട് കഴിയുമ്പോൾ എന്തൊരു ആശ്വാസമാണ്. വീട്ടിലിരുന്ന ഈ സാധനം കിട്ടുന്നില്ല. എന്ത് എടാ, വീട്ടിലിരിക്കുമ്പോൾ കിട്ടാത്ത ആശ്വാസത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ, അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്, ഒരു സമാധാനമുണ്ട്. അതിലേക്കാണ് ഈശോ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പറഞ്ഞതാരാ? ഉറക്കെ പറ. ഈശോ നോണ പറയോ? ഈശോ നോണ പറയോ? എന്തുകൊണ്ട് ഈശോ നോണ പറയാത്തെ? അവൻ സത്യമാണ്, അവൻ ദൈവമാണ്. അവൻ സത്യമായതുകൊണ്ട് അവന് നുണ പറയാൻ പറ്റില്ല. അവൻ സത്യമാണ്, പൂർണ്ണ സത്യമാണ്. അവനെങ്ങനെ ദൈവം നുണ പറയുന്നത്? ഇപ്പൊ ഈശോയാണിത് പറഞ്ഞതെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. കാരണം ഈശോ ഒരിക്കലും നുണ പറയില്ല. ഹല്ലേലൂയ. ഈശോ പറയാണ്, നിങ്ങൾ അധ്വാനിക്കുന്നവരാണ്. പിള്ളേര് നമ്മൾ എന്തെല്ലാം മേഖലയിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരാ. നമ്മുടേതായ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ്. ആത്മീയ അധ്വാനം നമുക്കുണ്ട്, ഭൗതിക അധ്വാനമുണ്ട്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. ശാരീരിക അധ്വാനമുണ്ട്. നിരന്തരമായി ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും മേഖല അധ്വാനിക്കുന്നവരാണോ? ഓക്കെ. ഭാരമുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഭാരം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? എന്തിനെക്കുറിച്ചെങ്കിലൊക്കെ ഉള്ള ഭാരമുണ്ടോ? ഉണ്ടോന്നോ? ദൂരം ഭാരം വച്ചാ അല്ലേ? ഭാരമേ ഉള്ളൂ, അങ്ങനെ ചിലരൊക്കെ പറയുന്നത്. ഭാരമേ ഉള്ള അച്ഛാ. മക്കളെ ഓർത്തുള്ള ഭാരമുണ്ട്, അവിടെ വിവാഹം നടക്കാത്തതിൻ്റെ ഭാരമുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ഭാരമുണ്ട്, സാമ്പത്തിക മേഖലകളിൽ ഭാരമുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 100 കൂട്ടം വിഷയങ്ങളെ പ്രതി ഉള്ളിൽ ഭാരം കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. ചില ബന്ധങ്ങൾ മുറിഞ്ഞു പോയതിൻ്റെ ഭാരം, കുത്തുവാക്കുകൾ പരിഹാസങ്ങളൊക്കെ കേട്ടതിൻ്റെ ഒരു ഭാരം, സ്നേഹിക്കപ്പെടാതെ പോയതിൻ്റെ, തിരസ്കരിക്കപ്പെട്ടതിൻ്റെ, ഒറ്റപ്പെട്ടു പോയതിൻ്റെ ഭാരം. അങ്ങനെ നോക്കുമ്പോൾ നിരവധിയായ ഭാരം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. ഈശോ മറ്റൊരു വാക്യം പറഞ്ഞാൽ എല്ലാവരെയും ഈശോ ക്ഷണിച്ചു. ഇതിലേതെങ്കിലും ഇല്ലാത്തവരാരുമില്ല. നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ഭാരം കൊണ്ട്. അവിടെ ഈശോ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ആശ്വാസമില്ലാത്ത ആരെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യണം എന്നാണെന്നറിയാമോ? വാ, നമുക്ക് സംസാരിക്കാം, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അവരെ ചേർത്തിരുത്തി സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ കുറേ സംസാരം ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ഭാരമാകാൻ വഴിയുണ്ട്. നിങ്ങളുടെ സംസാരം കൂടി കേട്ട് കഴിയുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഭാരവും വിഷമവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചവരുടെ ഭാരവും വിഷമമൊക്കെ മാറ്റാൻ നോക്കുന്നതിനേക്കാളും നല്ലത് ഇവരെ കർത്താവ് നൽകുന്ന ആശ്വാസത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
ഇന്നലെ തന്നെ ഞാൻ രാവിലെ കൗൺസിലിംഗ് ഇരുന്ന് വൈകിട്ട് വരെ ഇരുന്ന് ഞാൻ ആലോചിക്കായിരുന്നു, അവിടെ ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടുവന്ന് എവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവരുന്നത്. അച്ഛാ അത് ഒന്ന് കണ്ടാൽ മതി. ഒന്നും വലിയ ദൂരം 2-3 മണിക്കൂറൊക്കെ യാത്ര ചെയ്താണ്. ജസ്റ്റ് അവർ അത്രയും സ്ട്രെയിൻ എടുത്ത്, കുടുംബാംഗങ്ങൾ പോലുമല്ല, മക്കൾ പോലുമല്ല. പക്ഷെ ചിലരോടുള്ള അത്ര സ്നേഹവും ആത്മാർത്ഥതയും കർത്താവിൽ ഇവർക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റുമെന്നും കർത്താവിൽ ഇവർക്ക് ഇവരുടെ ഭാവി ജീവിതത്തെ സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്നും വിശ്വാസം ഇവർക്കുള്ളത് കൊണ്ട് ഇത്രയും ദൂരത്തു നിന്നൊക്കെ ഇവരെ കൂട്ടിക്കൊണ്ടുവരുക. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് വന്നവരാരും നിരാശയോടെ മടങ്ങിപ്പോകേണ്ടി വന്നിട്ടില്ല. സുവിശേഷത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു യുവാവ് മാത്രമേ മടങ്ങിപ്പോയുള്ളൂ. അങ്ങനെ കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് പിന്നെ വന്ന് എന്നെ അനുഗമിക്കാൻ വന്നപ്പോൾ പൊളിച്ചിട്ട് സങ്കടപ്പെട്ടൊക്കെ പോയത്. ബാക്കി കർത്താവിൻ്റെ അടുത്ത് വന്നവരെല്ലാം, അവൻ്റെ സ്വരം കേട്ടവരെല്ലാം, ആ ദൈവസ്വരത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയവർക്കെല്ലാം ആശ്വാസവും സമാധാനവും സന്തോഷവും സൗഖ്യവും വിടുതലൊക്കെ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അനുഭവിച്ചു. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഈശോയാണ് നിങ്ങൾ ഈ ദിവസക്കാലം ക്ഷണിച്ചത്, അവൻ്റെ സ്വരം കേൾക്കാൻ. എന്താണെന്നറിയാമോ? ആശ്വാസമില്ലാത്തവരുണ്ട്, സമാധാനമില്ലാത്തവരുണ്ട്, മനസ്സിന് സ്വസ്ഥത ഇല്ലാത്തവരുണ്ട്, ആന്തരിക മനുഷ്യൻ വേദനിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, നഷ്ടങ്ങളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചും വല്ലാതെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തിന് മാത്രമേ നമുക്ക് ആശ്വാസം തരാൻ പറ്റൂ. മനുഷ്യന് കുറച്ച് നേരത്തേക്ക്, കുറച്ച് കാലത്തേക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചില മനുഷ്യരുടെ സാന്നിധ്യവും വാക്കുകളൊക്കെ ഏതാനും നാളത്തേക്കും ഏതാനും നിമിഷത്തേക്കും ഒക്കെ നമ്മളെ ആശ്വസിപ്പിക്കാനും സാന്ത്വനിപ്പിക്കാനും പറ്റും. പക്ഷേ എക്കാലവും നിൽക്കുന്ന സമാധാനവും ആശ്വാസവും ദൈവത്തിൽ നിന്നാണ് ഒരുവന് ലഭിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, ഇങ്ങനെ അധ്വാനിക്കുന്നൊരു ഭാരം വഹിക്കുന്നവരാ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സ്വരമെടുത്ത് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന് നിരീശ്വരവാദത്തിലേക്കും യൂട്യൂബിലൂടെയും അങ്ങനെ കുറേ നിരീശ്വര പ്രസ്ഥാനമൊക്കെ അതിൻ്റെയൊക്കെ കുറേ ടോക്കുകളൊക്കെ കേട്ട് അങ്ങനെ നിരീശ്വര ചിന്ത തലക്കകത്ത് പിടിച്ച് അങ്ങനെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തെ ഉപേക്ഷിച്ച് പള്ളിയിൽ പോകില്ല, പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, ദൈവാലോചന ഇല്ലാതെ ഒക്കെ ആയിട്ട് കുറേ നാളുകളായിട്ട് അങ്ങനെ കടന്നുപോയതാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തകർന്ന് തരിപ്പണമായി അവസാനം ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നേക്കുക. കാരണം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഞാൻ ആ കാലഘട്ടങ്ങളിലൊന്നും മനസ്സിന് സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലകേത്ത് കയറിയിട്ട് അതേക്കുറിച്ച് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് മനസ്സിനൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. അവിടെ നിന്നൊക്കെ കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യത്തിൻ്റെ ഒരു സ്പർശനം കിട്ടി. അങ്ങനെ വീണ്ടും ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വന്നേക്കുക. പറഞ്ഞു ഇപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി, പള്ളി പോകാൻ തുടങ്ങി, കുറേ വർഷങ്ങളെത്തി ഒരു കുമ്പസാരം നടത്തി. എന്നിട്ട് പറയാണ്, ഇപ്പോൾ മനസ്സിന് സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, അല്പം ആശ്വാസമുണ്ട്, ഉറക്കവും കിട്ടുന്നുണ്ടെന്ന്. ആലോചിച്ച് നോക്കി, ഉറക്കം കിട്ടുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. നല്ല ഉറക്കം കിട്ടാത്തവരുണ്ടെങ്കിൽ എളുപ്പ വഴി എന്നാണെന്നറിയാമോ? നല്ല കുമ്പസാരം നടത്തുക. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നത്, ഉറക്കം നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ട് എങ്കിൽ, കാരണം മനസ്സിൽ അത്രയും അസ്വസ്ഥതകളും ആകുലതകളും ടെൻഷനും ഭയവും ഇതൊക്കെ കിടക്കുന്നതാണ്, നല്ലൊരു കുമ്പസാരം നടത്തിയാൽ തന്നെ 90% സൗഖ്യം നടക്കും, നല്ല ഉറക്കം കിട്ടും. ഇനിയിപ്പോൾ ഉറക്കം കളയുന്ന പാപത്തിൻ്റെ കെട്ടുകളാണ്, ചില ആകുലതയുടെ വിഷയങ്ങളാണ്, അധ്വാനത്തിൻ്റെ വിഷയങ്ങൾ. അത് ദൈവത്തിൽ ഏൽപ്പിക്കണം. കർത്താവ് നിങ്ങളത് ഭാരം എന്നെ ഏൽപ്പിക്ക്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് കർത്താവ് പറഞ്ഞത്. അത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റും. ഹല്ലേലൂയ. സങ്കീർത്തകൻ പറഞ്ഞ പോലെ അവൻ്റെ മടിത്തട്ടിൽ സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. പ്രഭാതത്തിൽ ശാന്തമായിട്ട് നമുക്ക് എഴുന്നേൽക്കാനും പറ്റും. ഉറക്കം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അസ്വസ്ഥതകൾ ദൈവത്തിന് ഫലമേൽപ്പിക്കുക. നിങ്ങളുടെ പാപം അത് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് മനസ്സിൻ്റെ സ്വസ്ഥത, മനസ്സിൻ്റെ ആശ്വാസം ഉണ്ടല്ലോ, മനസ്സിൻ്റെ സമാധാനം ഉണ്ടല്ലോ, അത് ദൈവം നമുക്ക് തരും. അപ്പം അത് നിലനിൽക്കുന്ന സമാധാനവും ആശ്വാസമായിട്ട് മാറും. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആ വചനം എന്ന് പറഞ്ഞാൽ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വിശ്വസിക്കുന്നു?
പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പം ഇനി ഭാരം വരുമ്പോൾ എന്ത് ചെയ്യണം? ആകുലതയും ടെൻഷനൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഭർത്താവിൻ്റെ അടുത്തേക്കോ? സകല സമാധാനം ചിലപ്പോൾ പോകാൻ അത് മതി. കർത്താവിൻ്റെ അടുത്തേക്ക് വരണം. അങ്ങനെ ഇരിക്കുമ്പോൾ പറ്റുമെങ്കിൽ ഇച്ചിരി ബൈബിൾ എടുത്ത് വായിക്കുക. ഇപ്പോൾ നമുക്ക് ആരിസ്മൻ അടുത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓടി വന്ന് നിത്യാരാധന ചാപ്പലിൽ ഇരിക്കാൻ പറ്റും. നമുക്കങ്ങനെ ഈ അയലക്കത്തുള്ളവരൊക്കെ എന്ത് ബ്ലസ്ഡ് ആണെന്നറിയാം, എന്ത് അനുഗ്രഹിക്കപ്പെട്ടവരാ. എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പ്രശ്നം ഉണ്ടായാൽ ഓടി അല്ലേ ഓടി വരാൻ പറ്റും. ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. അച്ഛാ വീട്ടിലിരുന്നിട്ട് സമാധാനമില്ല, പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, അവിടെ മഹാ അലമ്പാണ് മക്കളും. അതുകൊണ്ട് കുറച്ച് സമാധാനത്തിന് വേണ്ടി വന്നതെന്ന് പറഞ്ഞവരെ കണ്ടിട്ടുണ്ട്. കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ മനസ്സിനൊരു സമാധാനമുണ്ട് ഈശോയുടെ കൂടെ ഇരിക്കുമ്പോൾ കേട്ടോ. ഇതിനടുത്തുള്ളവരൊക്കെ ഭാഗ്യപ്പെട്ടവരാണ്. ഇനിയിപ്പോൾ അങ്ങനെ വരാൻ പറ്റുന്നില്ല, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി മാറി ഇരുന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവക ദേവാലയത്തിലേക്ക് ഓടുക. അവിടെ ഏതെങ്കിലും ഒരു വാതിൽ എപ്പോഴും തുറന്ന് കിടപ്പുണ്ടാവും ഇല്ലേ? കർത്താവിൻ്റെ മാറിടം തുറന്നിട്ടിരിക്കുന്നത് പോലെ നമുക്ക് പ്രവേശിക്കാൻ എക്കാലവും അവൻ്റെ മാറിടം അവൻ തുറന്ന് ഇട്ടിരിക്കുന്നത് പോലെ ഒരു ദേവാലയത്തിൻ്റെ ഒരു വാതിൽ എപ്പോഴും തുറന്നിട്ടുണ്ടാകും. നമുക്ക് പ്രവേശിക്കാനാണ് അവൻ്റെ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും. അങ്ങനെ പോയിട്ട് ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിലിരിക്കുക, ദേവാലയത്തിലിരിക്കുക. ഇതും പറ്റുന്നില്ലേ? വീട്ടിൽ അടച്ചിട്ട മുറികളിൽ ഇരുന്ന് വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ എടുത്ത് മാറോട് ചേർത്ത് വെച്ച് അത് തുറന്ന് വായിക്കുക. തമ്പുരാൻ വചനത്തിലൂടെ നമ്മെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. അവൻ്റെ വചനത്തിലൂടെ അവൻ നമ്മെ ആശ്വസിപ്പിക്കും. അവൻ്റെ സാന്നിധ്യം തരുന്ന ആശ്വാസം പോലെ തന്നെ അവൻ്റെ വചനം, അവൻ്റെ സ്വരം നമുക്ക് ആശ്വാസമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറഞ്ഞ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി 11:28